എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 2026 പുതുവർഷത്തിൽ മൂലം നക്ഷത്രക്കാരുടെ ശുഭാശുഭ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. മൂലം നക്ഷത്രം വരുന്നത് ധനുരാശിയിലാണ്. ധനുരാശിക്കാരുടെ 2026 ഗ്രഹസ്ഥിതി നമുക്കൊന്ന് പരിശോധിക്കാം. സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം 2026 ജൂൺ 2 വരെ 7-ലും തുടർന്ന് 8-ലും സഞ്ചരിക്കുന്ന കാലയളവാണ്. ശനി 4-ലും രാഹു 3-ലും കേതു 9-ലും സഞ്ചരിക്കുന്നു. പ്രധാനമായിട്ടും ഈ 4 ഗ്രഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഗോചരാലുള്ള ഫലം പറയുന്നത്. കാരണം ഏറ്റവും കൂടുതൽ കാലം നിന്ന് ചെലുത്തുന്ന ഗ്രഹങ്ങളായതുകൊണ്ടും പ്രബല ഗ്രഹങ്ങളായതുകൊണ്ടുമാണ് പ്രധാനമായിട്ടും ഈ ഗ്രഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഗോചരഫലം പറയുന്നത്. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വർഷത്തിൻ്റെ ആദ്യ പകുതി പൊതുവെ അനുകൂലമായിരിക്കും. സമ്പത്തും ഐശ്വര്യവും കീർത്തിയും ഒക്കെ വന്നു ചേരുന്ന ഒരു കാലയളവായിരിക്കും. വിവാഹം അന്വേഷിക്കുന്ന ചെറുപ്പക്കാർക്ക് വിവാഹ കാര്യങ്ങളിലൊക്കെ തീരുമാനമാവുന്നതാണ്. തൊഴിലന്വേഷകരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ വന്നു ചേരുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ പലവിധ നേട്ടങ്ങളും വന്നു ചേരും. വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും. അതായത് ഇപ്പോൾ കുറേ കാലമായിട്ട് വിസക്കൊക്കെ ആയിട്ട് കാത്തിരിക്കുന്നവരെ സംബന്ധിച്ച് വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ അതിനെല്ലാം തീർപ്പുണ്ടായിട്ട് വിദേശത്തേക്ക് പോകാനും തൊഴിൽ പ്രവേശിക്കാനും ഒക്കെ അനുവാദം ലഭിക്കുന്ന സമയമാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വർഷത്തിൻ്റെ ആദ്യ പകുതി ഗുണകരമായിരിക്കും. രാഷ്ട്രീയ കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ പലവിധ നേട്ടങ്ങളും ഐശ്വര്യവും സ്ഥാനമാനങ്ങളും ഒക്കെ വന്നു ചേരുന്നതായിരിക്കും. എന്നാൽ വർഷത്തിൻ്റെ രണ്ടാം പകുതി അത്ര ഗുണകരമായിരിക്കുകയില്ല. കാര്യതടസ്സങ്ങളും മനക്ലേശങ്ങളും ഒക്കെ എല്ലാ രംഗത്തു നിന്നും അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ മനസ്സുഖം കുറഞ്ഞിരിക്കും എന്നുള്ളതാണ് 2026 ഈ നക്ഷത്രക്കാരുടെ, ഈ നക്ഷത്രത്തിൽപ്പെട്ടവരുടെ പ്രത്യേകതയായിട്ട് പറയേണ്ടത്. മാതൃക്ലേശം അനുഭവിക്കാനും മാതാവിൻ്റെ കുടുംബത്തിൽ നിന്നുള്ളവരുടെ വിരോധത്തിനുമൊക്കെ ഇടയാകാൻ സാധ്യതയുള്ളൊരു സമയവുമാണെന്നറിയുക. ഈ നക്ഷത്രക്കാരുടെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ദോഷങ്ങളെ ലഘൂകരിക്കുന്നതിനായിട്ട് ശനിയാഴ്ചകളും വ്യാഴാഴ്ചകളും അവരവരുടെ മതാചാര പ്രകാരം പ്രത്യേക പ്രാർത്ഥന നടത്തുന്നത് ഗുണകരമായി ഭവിക്കുന്നതായിരിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ഹരിവാണി ജ്യോതിഷം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടനും ബെല്ലൈക്കനും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.